കൊലപാതകം ചെയ്തത് കാർത്തികേയനാ. നന്ദിനിയുടെ കുടുംബത്തെ തെങ്ങിൻ തോപ്പിന്ന് അടിച്ചോടിച്ച് അവിടുത്തെ ഭരണം ഈ നിൽക്കുന്ന പത്മാമ്മയുടെ ഏൽപ്പിച്ച അതേ കാർത്തികേയൻ. ഞാനും അച്ഛനും ഇടയ്ക്കൊന്ന് പതറിപ്പോയെന്നുള്ളത് സത്യമാണ്. പക്ഷേ കൃത്യമായൊരു തെളിവ് ഒരിടത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം മേഡത്തിന് എന്താ പറയാനുള്ളത്? ടെൽ മീ. അഹങ്കാരം അവസാനിച്ചെങ്കിൽ, അഭിമാനം എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, ഈ കയ്യിലിരിക്കുന്ന ആരതി ഒഴിഞ്ഞ് എന്റെ ഭാര്യയും സ്വീകരിക്കണം. നോ 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 നോ. നന്ദിനിയെ ഈ വീട്ടിലേക്ക് ആരതി ഒഴിഞ്ഞു തന്നെ കയറ്റണം. തോറ്റുപോയ എന്റെ അമ്മയ്ക്ക് തല ഉയർത്തി നിൽക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് തൽക്കാലം അമ്മയ്ക്ക് പകരം ഞാൻ തന്നെ ആ കടമ ചെയ്യാം. ഇതെല്ലാം കൂടെ കേട്ടിട്ട് എന്റെ രോമം അങ്ങ് എണീറ്റ് നിൽക്കുക. ഇതൊക്കെ നടക്കുമ്പോ ഞാൻ കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അല്ല, നന്ദിനി തെറ്റുകാരിയല്ല എന്നറിഞ്ഞ നിമിഷം ആ പോലീസുകാരുടെ മുഖത്ത് നോക്കി ഒരു നല്ല 4 ഡയലോഗ് പറയായിരുന്നു. ഈ സിനിമയിലൊക്കെ ഹീറോസ് പറയും പോലെ. വണ്ടി ഓടിച്ചു പോകുമ്പോ ചെക്കിങ് കണ്ട കൈയും കാലും വരയ്ക്കുന്ന ആളെ ഈ പറയുന്ന. നീ ഇവിടെ ഉണ്ടാവണം എന്നത് ഞങ്ങളുടെ ആഗ്രഹം. നീ ശരിക്കും പേടിച്ചല്ലേ? ഓ മാഡം, കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നത്. ജയിലിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചല്ല ഞാൻ വിഷമിച്ചത്. അതിനുശേഷം എന്റെ കുടുംബത്തിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്താ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ അച്ഛനെയും മുത്തശ്ശിയും അനീതിമാരെയും അവരെ കൊന്നുകളഞ്ഞേനെ. ദൈവത്തിന് ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. അത് മറികടന്ന് ആർക്കും പോവാൻ പറ്റില്ല. രാജേട്ടാ, ഒന്നും അറിയായിരുന്നു നന്നായി മോളെ. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് രാജുവേട്ടൻ ചങ്ക് പൊട്ടി മരിച്ചേനെ. ഒരു കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടുകിടന്നിട്ട് ഇത്രയും വലിയ കാര്യം മോളുടെ ജീവിതത്തിൽ സംഭവിച്ച അത് എങ്ങനെയാ താങ്ങാൻ പറ്റുക? എന്നാലും എന്റെ സാറ് മോളെ രക്ഷിച്ചെടുത്തല്ലോ.
സൂര്യ സാറ്, നന്ദിനെ രക്ഷിച്ചെടുത്തതിന്റെ പകരമായിട്ട് ഒരു ആയുസ് കാലം മുഴുവനും ഞാൻ അടിമയായിട്ട് നിന്നോളാം. ഏയ് അങ്ങനെ ഒരു പരിപാടി നമുക്കില്ലല്ലോ രാജു. നമുക്ക് എല്ലാവരും ഒരുപോലെയാ. ആരും മുതലാളിമാരും അല്ല, ആരും ജോലിക്കാരും അല്ല. നന്ദിനി, മമ്മി ചിലപ്പോ തോറ്റുപോയതിന്റെ വിഷമത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞെന്നിരിക്കും. അതൊന്നും നീ കാര്യമാക്കണ്ട. അച്ഛാ, എനിക്ക് സത്യം പറഞ്ഞ ഇവരെ 3 പേരെയും വലിയ ഇഷ്ടമാ. അതെന്തുകൊണ്ടാണെന്നറിയോ? ആരാണ് ജയിക്കുന്നതെന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് അവരുടെ കൂടെ തന്നെ നിന്നു. അങ്ങനെ അളിയൻ പറയണ്ട. ഞാൻ ഇക്കാര്യത്തിൽ വളരെ സിൻസിയറാ. ഞാൻ ആരെന്ത് പറഞ്ഞാലും നന്ദിനിയുടെ അളിയന്റെ കൂടെ. അയ്യോ, ആള് മാറിപ്പോയി. അളിയന്റെയും നന്ദിനിയുടെയും കൂടെ. എന്നാ ഒരു കാര്യം ചെയ്യും, നേരെ ഇത് അമ്മയുടെ മുറി ചെന്ന് അമ്മയോട് നേരിട്ട് പറയാൻ പറ്റുമോ? എന്നാ ആളിയനെ ഞാൻ സമ്മതിച്ചു തരാം. അതിനെന്താ? വിജയ്, വിളിച്ചായിരുന്നു? എന്തേ പോണില്ലേ? അല്ല, മതിയാക്കടാ. നല്ല വാക്കുകൾ ആര് പറഞ്ഞാലും സ്വീകരിക്കണം. ഓ, ഒരു കൊടുങ്കാറ്റങ്ങ് അവസാനിച്ചു, ആർക്കും ഒന്നും സംഭവിക്കാതെ. പക്ഷേ കൊടുങ്കാറ്റ് അവസാനിച്ചപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാണ് അച്ഛാ. എന്ത് സംശയം? അത് ഞാൻ പിന്നീട് കൃത്യമായ തെളിവുകളോട് കൂടി തന്നെ പറയാം. നന്ദിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചവർ ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല. അതാരായിരുന്നാലും.